യൂറോപ്യൻ ഫുട്ബോൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പരിശീലകരെ മാറ്റി പുതിയ തന്ത്രങ്ങളുമായി ഒരുപിടി ടീമുകൾ അടുത്ത സീസണിലേക്ക് എത്തുന്നുണ്ട്. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ പുതിയ പരിശീലകന് കീഴിലായിരിക്കും അടുത്ത സീസണിൽ എത്തുക. സാവിയെ ഇക്കഴിഞ്ഞ സീസൺ അവസാനം ബാഴ്സ പുറത്താക്കിയിരുന്നു. ബയേണിന്റെയും ജർമ്മനിയുടെയും മുൻ പരിശീലകനായ ഹാൻസി ഫ്ലിക്കാണ് കറ്റാലന്മാരുടെ പുതിയ പരിശീലകൻ. ലാലിഗ കിരീടവും ചാമ്പ്യൻസ് ലീഗ് കിരീടവുമാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. 2026 വരെയാണ് ഫ്ലിക്ക് ബാഴ്സയുമായി കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. പുതിയ കോച്ച് ഹാൻസി ഫ്ലിക്കിന് മുന്നറിയിപ്പുമായി പുറത്താക്കപ്പെട്ട കോച്ച് സാവി ഫെർണാണ്ടസ് അതേസമയം രംഗത്തെത്തി. ബാഴ്സയിൽ ഫ്ലിക്കിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണെന്നും അതിജീവനം ദുഷ്കരമായിരിക്കും എന്നുമാണ് സാവിയുടെ മുന്നറിയിപ്പ്. ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കും അടുത്ത സീസണിൽ പുതിയ പരിശീലകന് കീഴിലായിരിക്കും. മുൻ ബേൺലി കോച്ചും മാഞ്ചസ്റ്റർ സിറ്റി താരവുമായിരുന്ന വിൻസെന്റ് കോമ്പനിയാണ് പുതിയ പരിശീലകൻ. ബേൺലി പ്രീമിയർ ലീഗിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടിരുന്നു. പക്ഷേ ബെൽജിയംകാരനായ കോമ്പനിയുടെ പരിശീലന മികവിലാണ് ബയേൺ അധികൃതർ താൽപര്യം പ്രകടിപ്പിച്ചത്. തോമസ് ടുഷേലിന് പകരക്കാരനായാണ് കോമ്പനി മ്യൂണിക്കിലേക്ക് എത്തുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനും മുൻ ബയേൺ പരിശീലകനുമായ പെപ് ഗോർഡിയോളയുടെ നിർദ്ദേശപ്രകാരമാണ് ബയേൺ കോമ്പനിയെ അലയൻസ് അരീനയിലേക്ക് എത്തിക്കുന്നത്. ഇക്കഴിഞ്ഞ സീസണിൽ കൈവിട്ടുപോയ ബുണ്ടസ് ലീഗ കിരീടമാണ് കോമ്പനിയുടെ പ്രധാന ലക്ഷ്യം. യെർഗൻ ക്ലോപ്പ് എന്ന വിഖ്യാത പരിശീലകൻ കളം വിട്ടതോടെ ഇംഗ്ലീഷ് വമ്പന്മാരായ ലിവർപൂളും അടുത്ത സീസണിലെത്തുക പുതിയ പരിശീലകന് കീഴിലായിരിക്കും. ഡച്ചുകാരനായ അർനെ സ്ലോട്ടാണ് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് കിരീടവും നേടിക്കൊടുത്ത പരിശീലകന് പകരക്കാരനാകുന്നത്. അർനെ സ്ലോട്ട് ഡച്ച് ക്ലബ്ബ് ഫെയ്നൂർദിന്റെ പരിശീലകനായിരുന്നു. ടീമിനെ കഴിഞ്ഞ സീസണിൽ നെതർലാൻഡ്സ് ഫുട്ബോൾ ലീഗായ എറേഡിവിസയിൽ കിരീടം സമ്മാനിക്കാനും യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ റണ്ണേഴ്സ് അപ്പ് ആക്കാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ലോട്ടിന് സാധിച്ചിരുന്നു. ഗോർഡിയോളയുടെ പരിശീലക സിദ്ധാന്തത്തിന്റെ ആരാധകനാണ് സ്ലോട്ട്. പൊസഷൻ കാത്തുള്ള ആക്രമണമാണ് സ്ലോട്ടിന്റെയും ടാക്ടിക്കൽ സമീപനം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തകർച്ച നേരിടുന്ന ടീമാണ് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസി. കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട ചെൽസി അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിനും യോഗ്യത നേടിയിട്ടില്ല. അർജന്റീനക്കാരനായ മൗറീസിയോ പൊച്ചറ്റീനോയ്ക്ക് പകരക്കാരനായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എത്തുന്നത് ഇറ്റലിക്കാരനായ എൻസോ മരാസ്കോയാണ്. 5 വർഷം നീണ്ട കരാറാണ് മരാസ്കോ ചെൽസിയുമായി ഒപ്പുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ലെസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിരുന്നു മരാസ്കോ. ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസും പുതിയ പരിശീലകനുമായി പുതിയ സീസണിലേക്ക് എത്തുന്നത്. ഇറ്റലിക്കാരനായ തിയാഗോ മോട്ടോയാണ് മാസി മിലാനോ അല്ലഗ്രിക്ക് പകരക്കാരനാകുന്നത്. ബ്രസീലിന് വേണ്ടിയും ഇറ്റലിക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള തിയാഗോ മോട്ട നിലവിൽ ബോൾഗാനോയുടെ പരിശീലകനായിരുന്നു. പുതിയ തന്ത്രങ്ങളുമായി പുതിയ പരിശീലകരെത്തുമ്പോൾ ആരാധകരും പുതിയൊരു മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്.